കണ്ണൻ ദൗത്യം അങ്ങനെ പുരോഗമിക്കും. 7 മണിയോടുകൂടി കാര്യങ്ങളെല്ലാം തുടങ്ങുമെന്നാണ് വിവരങ്ങൾ ലഭിച്ചത്. ഇപ്പോൾ കമൽ പറയുന്നുണ്ടായിരുന്നു മുണ്ടക്കൈ ഭാഗത്തേക്ക് പ്രവർത്തകരൊക്കെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങൾ? പറയൂ. മുണ്ടക്കൈ ഭാഗത്തേക്ക് പ്രവർത്തകർ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് ചുരൽമലയിൽ നിന്ന് പ്രവർത്തകർ അങ്ങോട്ട് പോകുന്നു. നമ്മളും അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കാര്യം 7 മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് ഈ രക്ഷാപ്രവർത്തകരെ അല്ലെങ്കിൽ തിരച്ചിലിന് നേതൃത്വം നൽകുന്ന ആൾക്കാരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് കയറ്റിവിട്ട് തുടങ്ങിയത്. നേരത്തെ കമൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർക്ക് ഇന്ന് കൃത്യമായ ഒരു പാസ് നൽകുന്നുണ്ട്. കാര്യം നേരത്തെ കുറേയേറെ ആൾക്കാർ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേയേറെ ആൾക്കാർ ഇന്ന് ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിൽ ചില ആൾക്കാരെങ്കിലും ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാനും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാകാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഇത്തരത്തിലുള്ള പാസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ സൈന്യത്തിൻ്റെയും സന്നദ്ധ സേവകരുടെയും ഒക്കെ തന്നെ വനംവകുപ്പിൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും ഒക്കെ തന്നെ പ്രവർത്തകർ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരും ഈ പ്രദേശത്തേക്ക് എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളും ആ പ്രദേശത്തേക്ക് എത്തും. ഇന്ന് എടുത്തു പറയേണ്ടത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഈ ചുരൽമല ഭാഗത്തുകൂടിയായിരിക്കും അവിടേക്ക് എത്തുക. അവിടെ എത്തി അവിടെ കഴിയുന്ന ആൾക്കാരെ, അവിടെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അവരോട് സംസാരിക്കും, കാര്യങ്ങൾ ചോദിച്ചറിയും. അതിനുശേഷമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഉണ്ടാവുക. നിലവിൽ ഇന്ന് അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എത്താൻ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു അന്തിമ ഷെഡ്യൂൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട VIP എന്ന് പറയുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. ഇന്നലെ നടൻ മോഹൻലാൽ ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം 3 കോടി രൂപയുടെ ഒരു പുനരധിവാസ പാക്കേജാണ് ഇവിടെ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് ഒരു 3 കോടി രൂപയുടെ ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചത്. നേരത്തെ കമൽ സൂചിപ്പിച്ചതിന് സമാനമായി ഇന്നലെ ഇവിടെ വരുമ്പോൾ ഇത്രയും ഒരു വലിയ രീതിയിലുള്ള ഒഴുക്ക് ഈ പുഴയിൽ, ഈ ചുരൽമല ഭാഗത്തുള്ള പുഴയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ തന്നെ പുലർച്ചെയൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. മലമ്പ്രദേശത്തൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാകാം അല്പം രൂക്ഷമായ രീതിയിലുള്ള ഒഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഇന്നലത്തിന് സമാനമായ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇന്നും നടത്തുക. JCB ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആ കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെ തന്നെ മാറ്റിക്കൊണ്ട് അവിടെയൊക്കെ തന്നെ ഏതെങ്കിലും മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് നടത്തുക. ഇന്ന് ഏതാണ്ട് 200-ലധികം ആൾക്കാരെ കണ്ടെത്താനുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എന്നാൽ അതിൽ കൂടുതൽ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കണക്കെടുപ്പ് പഞ്ചായത്ത് സമിതിയുടെയും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും കണക്കെടുപ്പ് നടത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷമായിരിക്കും ഒരു എത്ര പേരാണ് ഇനി കാണാനുള്ളത് എന്ന് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക. അങ്ങനെ ഉള്ള ഒരു അവസ്ഥ തന്നെയാണ്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. കാര്യം ഇനി ഒരു പുനരധിവാസം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ എന്നുള്ളത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ സ്കൂളുകളിൽ എത്ര ദിവസം ഈ കുട്ടികളെ പാർപ്പിക്കാൻ സാധിക്കും, ഈ കുടുംബാംഗങ്ങളെ പാർപ്പിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി എത്രയും വേഗത്തിലൊരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കിയ ശേഷം അവരെ അവിടേക്ക് മാറ്റുക. അതിനുശേഷം അവർക്ക് നേരത്തെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഒരു ടൗൺഷിപ്പിന് സമാനമായ രീതിയിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുകയും അവരെയൊക്കെ തന്നെ ഇവരെ ഇവിടെ നിന്നും ഒന്നും പറിച്ചു മാറ്റുന്നില്ല, അവരെ എല്ലാവരെയും ഒരുമിച്ച് ഒരേ ടൗൺഷിപ്പിന് കീഴിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിനുള്ളതും. അതിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഒരു കാര്യമുണ്ട്. പുത്തുമലയിൽ മാതൃഭൂമി ഇടപെട്ട് 7 ഏക്കർ ഭൂമി വാങ്ങി നൽകി അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഒരു മുൻ അനുഭവം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കും ഇവിടെ ഒരു ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ അതിന് അല്പം സമയമെടുക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ കുട്ടികളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തിരി സമയങ്ങളിലൊന്നും തന്നെ നമുക്ക് ഈ കുഞ്ഞുങ്ങളെയും ഒക്കെ തന്നെ ക്യാമ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായ ആൾക്കാർ, ഏകരായ ആൾക്കാർ, അവരൊക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ തന്നെ ഇപ്പോൾ അവർ ഒരു വലിയ കൂട്ടത്തിൽ നമ്മളിലേക്ക് ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരൊരു കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അതിനുശേഷം അവർ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് മാനസികമായ ബലം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നേരത്തെ കമല സൂചിപ്പിച്ചതുപോലെ ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ ഈ പ്രദേശത്തുണ്ടാവണം. കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്.